ഫിലിം ഗാരേജിലേക്ക് അവർക്കും സ്വാഗതം. ഒരാഴ്ച തിയേറ്ററുകളിലെ പിന്നിട്ട വൻ ബോളിവുഡ് സിനിമയാണല്ലോ ദുരന്തർ ദി റിവെഞ്ച് അഥവാ ദുരന്തർ 2. ഇപ്പോഴത്തെ രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യദാർ സംവിധാനം ചെയ്ത സിനിമയുടെ കാത്തിരുന്ന അടുത്ത ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് ഉച്ചയോടെ വന്നിരിക്കുകയാണ്. ജിയോ സ്റ്റുഡിയോസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന പോസ്റ്റർ കണക്ക് പ്രകാരം 1088 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്കാണ് ആദ്യ ഒരാഴ്ച കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ 1088 കോടി വേൾഡ് വൈഡ് ഗ്രോസിൽ 814 കോടി ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. അതിൽ 690 കോടിയാണ് സിനിമയുടെ ഇന്ത്യയിൽ നിന്നുള്ള മാത്രം നെറ്റ് കളക്ഷൻ. വിദേശ രാജ്യത്ത് നിന്ന് മാത്രം 274 കോടിയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. അങ്ങനെ സിനിമ 1088 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലത്തെ നമ്മുടെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിലും ഏകദേശം ഇതേ കണക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കസ് കളക്ഷനും സമാസമമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ 1000 കോടിയിലധികം കളക്ഷൻ കിടക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയുടെ അതിവേഗ 1000 കോടി കളക്ഷൻ കൂടിയാണ് ദുരന്തർ 2 നേടിയെടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ ഈ വീക്കെൻഡിലെ അടുത്ത ആവേശകരമായ കളക്ഷനായിട്ട്. ഇന്ന് മാർച്ച് 27 എമ്പുരാൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷമാകുകയാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം ഇതേ സമയം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇതുവരെയുള്ള മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസോടെ വമ്പൻ ഹൈപ്പോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് പ്രീ സെയിൽ കളക്ഷൻ, പ്രീ ബിസിനസ് കളക്ഷൻ, റെക്കോർഡ് FT കളക്ഷൻ, FT വേൾഡ് വൈഡ് കേരള കളക്ഷൻ, ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ, അതുപോലെ തന്നെ ഫൈനൽ ഓവർസീസ് റെക്കോർഡ് കളക്ഷൻ. ഇതൊന്നും കൂടാതെ ഒരു മലയാളം സിനിമയുടെ അതിവേഗ 50 കോടി, 100 കോടി, 150 കോടി, 200 കോടി, 250 കോടി എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണ് നമ്മുടെ ലാലേട്ടന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് എത്തിയ എമ്പുരാൻ. കളക്ഷൻ റെക്കോർഡുകളോടൊപ്പം തന്നെ വിവാദങ്ങളടക്കം നേരിട്ട സിനിമ കൂടിയായിരുന്നല്ലോ എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത ഭാഗമായ L3 അസ്രായേൽ വരുമോ എന്നാണ് നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സിനിമയുടെ 1ാം വാർഷികമായ ഇന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അടുത്ത ഭാഗത്തെക്കുറിച്ച് വരുമോ എന്ന് കൂടി കൂടുതൽ പേർ ഉറ്റുനോക്കുന്നുണ്ട്. നാളെ ലൂസിഫറിന്റെ വാർഷിക ദിനം കൂടിയാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അങ്ങനെ മലയാള സിനിമയ്ക്ക് പുതിയ ഒരുപാട് വഴികൾ കാണിച്ചു തന്ന L2 എമ്പുരാൻ എത്തിയിട്ട് ഒരു വർഷം. അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.